കുറച്ച് ദിവസമായിട്ട് നല്ല മടിയുണ്ട് വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ. ആകെ ഒരു മടി പിടിച്ച അവസ്ഥ. ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ലെന്ന് തോന്നി എടുത്തു വെച്ച വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് വോയിസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇതെൻ്റെ ഒരു ദിവസത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. ദോശയാണ് ഉണ്ടാക്കുന്നത്. അതിന് സൈഡായിട്ട് കടലക്കറി, വറുത്തരച്ച കടലക്കറി വെക്കാമെന്ന് കരുതി. അതിനു വേണ്ടി തേങ്ങയൊക്കെ വറുത്തരച്ച് വെച്ചു. കടല വേവിച്ച് വെച്ചതിലേക്ക് കഷ്ണങ്ങളിട്ട് അരപ്പും ചേർത്ത് വെള്ളം ഒഴിച്ച് വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട്. ഇനി ദോശയ്ക്കുള്ള പരിപാടി നോക്കാം. മാവൊക്കെ ഇവിടെ സെറ്റാണ്. നല്ലതുപോലെ ഒന്ന് ഇളക്കി ഓരോ ദോശയായിട്ട് റെഡിയാക്കി എടുക്കാം. തലേന്ന് അരിയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം കിച്ചണിൽ കയറുമ്പോൾ ആദ്യം വന്ന് നോക്കുന്നത് ഈ മാവിനെ ആയിരിക്കും അല്ലേ. അത് നന്നായി പൊളിച്ച് പൊന്തി വന്നിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസം തന്നെ അടിപൊളിയായിരിക്കും അല്ലേ. നമ്മൾക്ക് ചൂടായ ദോശത്തവയിലേക്ക് മാവൊക്കെ കോരി ഒഴിച്ച് ഓരോ ദോശകളായിട്ട് ചുട്ടെടുക്കുന്നുണ്ട്. ഈ കാലത്ത് തന്നെ ദോശൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ അതൊരു വികാരം തന്നെയാണല്ലേ. ഇതാണെങ്കിൽ സമയവും ലാഭമാണ്, പണിയും എളുപ്പമാണ്. അതിലെല്ലാം ഉപരി ദോശ കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ അത് വേറെ തന്നെ ഒരു ഫീലാണല്ലേ. എന്നും നൈസായിട്ടുള്ള ദോശയാണ് ചുട്ടെടുക്കാറ്. ഇന്ന് കുറച്ച് കട്ടിയുള്ള ദോശയാണ് ചുട്ടെടുക്കുന്നത്. അതിനിടയിൽ കറിയൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഈ വീഡിയോയ്ക്ക് ഞാൻ രാത്രിയാണ് വോയിസ് കൊടുക്കുന്നത്. അതുകൊണ്ട് സൗണ്ട് വലിയ രസമില്ല. എന്നാലും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഒരുപാട് പേര് സംസാരിക്കുന്നത് ഇഷ്ടമാണ്, സൗണ്ട് ഇഷ്ടമാണ് എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. സംസാരത്തിൻ്റെ ഇടയിൽ ദോശയൊക്കെ റെഡിയാക്കി കഴിഞ്ഞു. കറിയും താളിച്ചൊഴിച്ചു. തലേന്ന് പരിപ്പ് വട ഉണ്ടാക്കിയതിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പം എന്തായാലും പരിപ്പ് വട ഉണ്ടാക്കാമെന്ന് കരുതി അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു പരിപ്പ് വട കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിനേക്കാൾ ടേസ്റ്റിലാണ് ഞാനിവിടെ വീട്ടിൽ ഉണ്ടാക്കാറ്. ഇതിൻ്റെ റെസിപ്പി വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഷോർട്സ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെസിപ്പി ഞാൻ ഇനിയൊരു ദിവസം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.